ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലെ കവരത്തിയിലാണ്. അപ്പോൾ ഞാനിന്ന് പുതിയൊരു ആക്ടിവിറ്റി, അതായത് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ട്രൈ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. സ്കൂബ ഡൈവിങ്. ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റേതായ ഒരു ആകാംക്ഷയും ആശങ്കയും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ ലൈഫ് കളർഫുൾ ആവുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ സായുജ് ആൻഡ് യു ആർ വാച്ചിങ് സ്റ്റെപ്സ് ആൻഡ് മൈൽസ്. കവരത്തിയിൽ സ്കൂബ ഡൈവിംഗ് നടത്തുന്ന ഗവൺമെൻറ് ഫേമും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഫേമും ഉണ്ട്. സ്കൂബ എന്ന് പറഞ്ഞാൽ സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മളങ്ങനെ ലക്ഷദ്വീപ് സ്കൂബ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമിൽ എത്തിയിരിക്കുകയാണ്. ഒരു പ്രൈവറ്റ് ഫേമാണ്. ഇവരാണ് നമ്മുടെ സ്കൂബ ഡൈവിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മുറിയിൽ ഇതുപോലെ കുറേ എക്യുപ്മെൻറ്റ്സ്, ഈ സ്കൂബ ഡൈവിങ്ങിന് ഉപയോഗിക്കുന്ന ഫിൻസ്, അതുപോലെ തന്നെ ഈ ബ്രീത്തിങ് അപ്പാരറ്റസ് കണക്ട് ചെയ്യുന്ന ആ ജാക്കറ്റും പിന്നെ ബ്രീത്തിങ്ങിനുള്ള ആ ട്യൂബും എല്ലാം കാണാം. പിന്നെ ആദ്യം തന്നെ നമ്മളൊരു ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു ബ്രീഫിംഗ് തരും. പിന്നെ ഒരു ക്വസ്റ്റനെയർ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ക്വസ്റ്റനെയർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുറേ സിഗ്നൽസ്, നമ്മൾ കടലിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ സൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് കൈകൊണ്ട് കാണിക്കേണ്ട കുറച്ച് സിഗ്നൽസ് പറഞ്ഞു തരും. അതായത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, മുകളിലേക്ക് പോകണമെങ്കിലുള്ള ആക്ഷൻ, അതുപോലെ തന്നെ ഓക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞു തരും. ഇതിവിടെ മീൻ പുഴുങ്ങാൻ ഉപയോഗിക്കുന്നൊരു വലിയ പാത്രമുണ്ട്. അപ്പോൾ ആ ബ്രീഫിങ്ങിനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആഴം കുറഞ്ഞൊരു ബീച്ചാണത്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബ്രീത്തിങ് അപ്പാരറ്റസ് സ്കൂബ ഗിയർ മുഴുവൻ ധരിപ്പിച്ചിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി നോക്കും. അപ്പോൾ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും അവർ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ഈ ഡൈവിങ് സൈറ്റിലേക്ക് കൊണ്ടുപോകും. ഡൈവിങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലഗൂൺസിൻ്റെ ഉള്ളിലാണ്. ലഗൂൺസ് എന്ന് പറഞ്ഞാൽ നല്ല ഇളം നീല കളറിലെ വെള്ളമൊക്കെ ആയിട്ട് നല്ല ആഴം കുറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെയാണ് നമ്മൾ ഡൈവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബോട്ട് അവിടെ നങ്കൂരം ഇട്ടിട്ട് നമ്മൾ ഈ ഗിയറൊക്കെ അണിഞ്ഞ് താഴേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ്. നമ്മളൊരു വേറൊരു ലോകത്തിലെത്തിയ പോലത്തെ ഒരു ഫീലാണ്. ആദ്യമേ തന്നെ ഒരു 5 മീറ്റർ ഡെപ്തിലാണ് നമ്മളീ പോയേക്കുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, ഇഷ്ടം പോലെ പല കളറിലുള്ള മീനുകളും കോറൽസും എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഈ 5 മീറ്റർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സംഭവമാണ്. ആദ്യം നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, ഇതെങ്ങനെയാണ് വെള്ളത്തിനടിയിൽ പോയാൽ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് ഈ 5 മീറ്റർ. അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മുകളിലേക്ക് എത്താനും വലിയ പാടില്ല. അപ്പോൾ അവർ ഇതുപോലെ ഹാൻഡ് സിഗ്നൽസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ കാണിക്കുന്ന സിഗ്നലാണ് കണ്ടത്, അതുപോലെ തന്നെ ഓക്കെ അല്ലെങ്കിൽ വേറെ സിഗ്നലുണ്ട്. പിന്നെ ഇതൊരു സീ ആനിമോണിയാണ് ഈ കാണുന്നത്. അതിനിടയിൽ കാണുന്ന ആ കുഞ്ഞൻ ഓറഞ്ച് മീനാണ് നമ്മുടെ ഫൈൻഡിങ് നീമോ സിനിമയിലൊക്കെ കാണുന്ന നീമോ, അതായത് ഒരു ക്ലൗൺ ഫിഷാണത്. അത് ഇതിനിടയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ സീ ആനിമോണി ഇതിനെ ഉപദ്രവിക്കില്ല. ബാക്കി മീനുകളൊക്കെ വന്നാൽ അതൊരു ഷോക്ക് അടിപ്പിക്കുന്ന പോലത്തെ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഉണ്ടാക്കും. അപ്പോൾ അതൊരു പ്രിഡേറ്ററി പ്ലാന്റാണത്. ഇവിടെ കാഴ്ചകൾക്ക് യാതൊരു പഞ്ഞുമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ ഈ കോറൽസിൻ്റെ ഇടയിൽ ചെറിയൊരു ചെടി പോലത്തെ ഒരു സംഭവമുണ്ട്. ക്രിസ്മസ് ട്രീ എന്നാണ് ഇവർ പറയുന്നത്. അതിങ്ങനെ വിരൽ ഞൊടിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകും, നമ്മുടെ തൊട്ടാവാടിയൊക്കെ പോലെ. പിന്നെ ഈ മീനുകളെ നമ്മുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഒരു പരിപാടി ചെയ്യും. ഇവർ കുറച്ച് ബ്രെഡിൻ്റെ പൊടി ഒരു കവറിൽ കരുതിയിട്ടുണ്ടാകും. അതിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് തിന്നാൻ വേണ്ടി ഒത്തിരി മീനുകൾ വരും. അപ്പോൾ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണത്. അപ്പോൾ ഇതുവരെ കണ്ടത് ഒരു ട്രെയിലറാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു 10 മീറ്റർ ഡീപ്പിലേക്ക് പോവുകയാണ്. അവിടെയാണ് യഥാർത്ഥ കാഴ്ചകൾ. രണ്ട് പേരടങ്ങുന്ന ഒരു ബാച്ചായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ട്രെയിനേഴ്സ് ഓരോരുത്തരും നമ്മുടെ പുറകിലുണ്ടാകും നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്.
പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് വേറെ 2 പേരും ഉണ്ടാവും, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, നമ്മൾ അനങ്ങാതെ നിന്ന് കൊടുത്താൽ മതി, അവർ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ അവർ പറയാറുണ്ട് സ്വിമ്മേഴ്സ് വന്നാലാണ് അവർക്ക് പാടുന്നത്. കാരണം സ്വിമ്മിങ് അറിയാവുന്നവർ കൈയും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ തുഴയാൻ നോക്കുമ്പോഴേക്കും അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്തോറും ഈ കോറൽസിൻ്റെയും ബാക്കി മറൈൻ ലൈഫിൻ്റെയൊക്കെ എന്താ പറയുക കളറും ഭംഗിയൊക്കെ കുറച്ചുകൂടി വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് വേറൊരു ടൈപ്പ് സീ ആനിമോണിയാണ്. അപ്പോൾ അവിടെ ഒരു ക്ലൗൺ ഫിഷ് വേറെ ഒരെണ്ണം കാണാം. ഇത് ഒരു എന്താ പറയുക ഓറഞ്ചും വെള്ളയും കറുപ്പും ഒക്കെ ചേർന്നൊരു കളറാണ്. പുള്ളിക്കാരന് നമ്മൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പുള്ളി ഇടയ്ക്ക് നമ്മളൊന്ന് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ശരിക്കും ഒരു അത്ഭുത ലോകത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ട ഒരു ഫീലാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് എങ്ങോട്ട് നോക്കണമെന്നായി പോകും. ചുറ്റും അതിമനോഹരമായ കാഴ്ചകൾ, പല കളറിലുള്ള മത്സ്യങ്ങൾ, അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള കോറൽസും മറൈൻ ലൈഫും എല്ലാം കൂടി ചേർന്ന് നമുക്ക് എങ്ങോട്ട് നോക്കണം എന്നൊരു കൺഫ്യൂഷനായിപ്പോൾ. നമ്മൾ പലപ്പോഴും ഈ സിനിമയിലും ചിത്രങ്ങളിലൊക്കെ കണ്ടുള്ള ഒരു പരിചയമല്ലേ ഉള്ളൂ. ഇത് ഒറിജിനലായിട്ട് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ആ ഫീലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്. പിന്നെ ലക്ഷദ്വീപിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും വ്യക്തമായിട്ട് കാണാം. ആദ്യം എനിക്ക് ചെറുതായിട്ടൊരു ചെവി വേദന പോലെയൊക്കെ തോന്നി. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു നോക്കിയെങ്കിലും ആ ചെവി വേദന മാറിയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ വേദന തന്നെ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്ലോപ്പാണ്, കടലിന് ആഴം കൂടി വരുന്നൊരു ഏരിയയാണിത്. ഇവിടെ നിന്ന് അങ്ങനെ കുത്തനെ അങ്ങ് ആഴം കൂടി വന്നിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന മീനുകളുണ്ടല്ലോ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നത്, ഇതാണ് ചെമ്പല്ലി അഥവാ റെഡ് സ്നാപ്പർ. നമ്മൾ വെളിയിൽ കരയിൽ പിടിച്ചിട്ടാൽ ഇതിനൊരു ചുവന്ന കളറായിരിക്കും. പക്ഷേ ഈ കടലിനടിയിൽ നോക്കി ഒരു വെള്ളയും കറുപ്പും ഒക്കെ ചേർന്നൊരു നിറമാണ് ഇതിന്. പിന്നെ ചില മീനുകൾ ടെറിട്ടോറിയലാണ് കേട്ടോ. മുട്ടയിട്ടിരിക്കുകയാണെങ്കിൽ അവ ആക്രമണ സ്വഭാവം കാണിക്കും. ഇത് ഈ മീൻ കണ്ടോ, നമ്മുടെ ക്യാമറമാനെ ആക്രമിച്ചാണ് കാണുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ നമ്മൾ കുറച്ച് നേരം ഫ്രീ ആയിട്ട് വിടും. അപ്പോൾ ഇതേ പുള്ളിക്കാരൻ ഇത് കണ്ടോ, കുറച്ച് സർക്കിളൊക്കെ വിടുന്നത് കണ്ടോ, ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണത്. അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഡൈവൊക്കെ കഴിഞ്ഞ് ബോട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നമ്മളിവിടെ ഒരാൾ കാത്തിരിക്കുകയാണ്. ഒരു കടൽക്കാക്കയുടെ ഇനത്തിൽപ്പെട്ട ഒരു പക്ഷി. പുള്ളിക്കാരൻ അങ്ങനെ മന്ദിച്ചിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് എൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരുന്നു. ഫുള്ള് ആ കാഴ്ചകളുടെ ഒരു ഹാങ് ഓവറിലായിരുന്നു ഞാനും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ നമ്മളെ വിട്ടങ്ങ് പറന്ന് നീങ്ങി കേട്ടോ. നിങ്ങളിവിടെ എന്തൊക്കെ കോഴ്സാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഹായ്, ഐ എം സഹീർ. ഇവിടെ പാഡി കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓപ്പൺ വാട്ടർ, അഡ്വാൻസ് ഓപ്പൺ വാട്ടർ, റെസ്ക്യൂ ഡൈവർ കോഴ്സ്, EFR, ഡൈ മാസ്റ്റർ കോഴ്സ്. ഓപ്പൺ വാട്ടർ മുതൽ ഡൈ മാസ്റ്റർ കോഴ്സ് വരെ നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഓരോന്നിനും എത്ര ദിവസം ഡ്യൂറേഷൻ, അതിൻ്റെ ഫീസ്? അത് കറക്റ്റ് ഡ്യൂറേഷൻ ഫീസ് ഇവിടെ അതിലുണ്ടോ അല്ലേ? വിസിബിളാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേ ഇതൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുമോ? ഇങ്ങോട്ട് വരാനുള്ള പെർമിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ സ്റ്റേ എന്ന് പറയുമ്പോൾ ഇവിടെ ലോഡ്ജുകളുണ്ട്, പിന്നെ ഹോട്ടൽസും ഭക്ഷണത്തിന് ഫുഡിന് ഹോട്ടൽസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം നിങ്ങൾ തന്നെ ചെയ്തു തരും അല്ലേ? നമ്മൾ ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇതിന് അടിയിൽ കൊടുത്തായിരിക്കുന്നു അല്ലേ? അതല്ല, അത് തന്നെ അല്ലേ? സെയിം. അപ്പോൾ ഇതാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ. ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ സ്കൂബ ഡൈവിങ്. അതുപോലത്തെ കാഴ്ചകളാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.